സർ, അനന്തം വന്ന് നിപ്പുണ്ട്. കുട്ടികളെ കാണണമെന്ന്. അൻസി, ഇപ്പം അങ്ങോട്ട് വരണ്ട. കുട്ടികളുടെ അടുത്തേക്കല്ലേ, ഞാൻ അയാളോട് സംസാരിക്കാം. ആൻസി വർഗീസ് ഇല്ല ഇവിടെ. ഇത് KGSന്റെ ഓഫീസാ. അദ്ദേഹത്തെ കാണാമെന്നാണോ? അതെ, KGSന്റെ ഇപ്പോഴത്തെ കീപ്പില്ലേ ആൻസി വർഗീസ്, അവളെ കാണാനാ. അതെ, നിങ്ങൾ പറഞ്ഞ ഈ കീപ്പ് ഇവിടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ആൻസി, അതായത് ആൻസി വർഗീസ്, അവരെ ഞാനിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ അഡ്വക്കേറ്റാണ്, അവരെൻ്റെ ക്ലൈൻറ്റും. എന്നെ സംബന്ധിച്ച് നിങ്ങൾ, അതായത് അനന്തകൃഷ്ണൻ, എൻ്റെ ക്ലൈൻറ്റിൻ്റെ ഒപ്പോണൻ്റാ. നിങ്ങൾ വന്നത് എൻ്റെ ക്ലൈൻറ്റിനെ കാണാനാണോ? എടോ, ഇതുപോലുള്ള വക്കീലന്മാര് ഇതുപോലുള്ള അഭിസാരികളെ ക്ലയന്റായിട്ട് വെക്കും. അതിന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് കീപ്പ്. ഈ ആൻസി വർഗീസ് എന്ന് പറയുന്ന ഭൂലോക അഭിസാരിക ഇന്ന് നിങ്ങളുടെ ക്ലയന്റ് ആണെങ്കിൽ ഒരു സമയത്ത്, അതായത് 10-18 വർഷം എൻ്റെ ഭാര്യയായിരുന്നു. അവളും മറ്റു പലരുടെയും ക്ലയന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് ഈ KG സുബ്രഹ്മണ്യത്തിന് ഈ ആൻസി വർഗീസ് ഒരു ക്ലയന്റ് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. താങ്കൾ എന്തിനാ വന്നത്? വക്കാലത്തെടുക്കാനോ? അയ്യോ, ഒന്നും വേണ്ടേ. എൻ്റെ വീട്ടിലെ നിങ്ങളുടെ ക്ലയന്റ് കടന്നു വന്ന് എൻ്റെ 2 കുട്ടികളെ കടത്തിക്കൊണ്ട് വന്നു. സാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവൾ വിളിച്ചോണ്ട് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ. അവരെവിടെ ഉള്ളത്? ഏയ് നോ, ഇതെൻ്റെ ഓഫീസാ. ഇവിടെ എൻ്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഈ പടി കയറാൻ പറ്റില്ല. ആൻസി വർഗീസ് അവരുടെ കുട്ടികളുമായിട്ട് എന്നെ കാണാൻ വന്നു. ഞാനിപ്പോൾ അവർക്ക് അഭയം കൊടുത്തിരിക്കുക. എൻ്റെ സംരക്ഷണയിലിരിക്കുന്ന ആൻസി വർഗീസിനെയും കുഞ്ഞുങ്ങളെയും ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം. എങ്കിൽ അവരെ വിളിക്ക്. പത്മനാഭ, ആൻസിക്ക് വിളിക്ക്. ശരി സർ. അയ്യോ വേണ്ടേ, ആ ഭൂലോക രമ്പയെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ട. എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങ് വിളിച്ചാൽ മതി. അതല്ലേ നിങ്ങളോട് പറഞ്ഞത് മിസ്റ്റർ, അവരുടെ അനുവാദം ഇല്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. എടോ മാമച്ചാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങ് ഇറക്കി വിടറോ. നിന്റെ കുഞ്ഞുങ്ങളോ? എടാ, നിന്റെ വീടിന്റെ പടിക്ക വന്നപ്പോഴേ ആൻസി കൈ കൊണ്ടൊന്നും ഞൊടിച്ചതേ ഉള്ളൂ. 2 പിള്ളേർ ഇറങ്ങി വന്ന അവിടെ കൂടെ. നീ അല്ലേ പാട് നോക്കി പോടാ, എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കാതെ. അതെ, എവിടെ പിള്ളേര്? ഞാൻ വിളിച്ചിട്ടുണ്ട്. നിക്ക്, ഇത് KGSന്റെ ഓഫീസാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. എന്റെ അനന്തന്റെ പിള്ളേരെ കൊണ്ടുപോകാനാ വന്നത്. നീ മാറിക്കടാ, മാറിക്ക. കാണുന്നവരെ നിർത്തടോ, നിർത്താൻ. എന്റെ പിള്ളേർ ആരുടെയും കൂട്ടത്തിൽ വരുന്നില്ല. അനന്തു, നിങ്ങൾ കുഞ്ഞുങ്ങളെ തേടിയാ വന്നതെങ്കിൽ അവര് വരത്തില്ല. അതെ, കുട്ടികളുടെ അവകാശത്തിന് 1 മാസത്തിനകം കോടതി കൂടും. അവിടെ ആൻസിയും കുഞ്ഞുങ്ങളും വരും. അപ്പൊ കോടതി തീരുമാനിക്കും കുട്ടികളുടെ കാര്യം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നേ? അതെ, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് വലിയ സംശയമാണെന്നാണല്ലോ ഞാൻ കേട്ടത്. അപ്പൊ കോടതിയിൽ തെളിയും ഞാൻ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ തന്ത ആരാണെന്ന്. ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ അനുദിനം തൃപ്തിയാവുമല്ലോ? എങ്കിൽ പൊക്കോ. കേട്ടല്ല, അവളുടെ വായിന്ന് തന്നെ കേട്ടല്ല കൊച്ചങ്ങളുടെ അവകാശിയുടെ കാര്യം. ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ സമാധാനായില്ല. വാ അച്ഛാ. മോളെ, അച്ഛാ, വഴക്ക് വേണ്ട അച്ഛാ. അമ്മയോട് വഴക്കിടണ്ട. മക്കളെ കൊണ്ടുപോകാനല്ലേ അച്ഛൻ വന്നത്. പക്ഷെ അവളെ നിങ്ങളുടെ അമ്മ വിടത്തില്ല. ആമി, അമ്മി വന്ന് കേറിക്കേ. നിന്നോടല്ലേ പറഞ്ഞേ? കേറി വാ, കേറ്. കണ്ടല്ലോ, ഇനി ചെന്നാട്ടെ. കുഞ്ഞുങ്ങളെ ആരോടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പോവാൻ നോക്കി നീ. വാനെന്താ? ഇപ്പൊ അവളുടെ വായന തന്നെ കേട്ടില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ നേരാണെന്ന്. അമ്മ എന്തിനാ അച്ഛനോട് വഴക്കിടുന്നത്? അച്ഛൻ പാവമല്ലേ? അച്ഛൻ നമ്മുടെ പഴയ സ്കൂളില് എന്നെ കൊണ്ടുപോയിരുന്നതാ. യൂണിഫോം ഒക്കെ വാങ്ങിച്ചെന്നല്ലോ. അമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നെ അമ്മ തോണിക്കരയിലെ സ്കൂളിൽ ചേർത്തല്ലേ? നിന്നോട് ഞാൻ അന്ന് എന്താ പറഞ്ഞത്? അവിടെ പഠിക്കണമെന്ന്. ഇനി അലുച്ചന്റെ കാലൊക്കെ ശരിയായി നടക്കാറാവുമ്പോഴത്തേക്ക് അങ്ങോട്ട് മോളുടെ കൂടെ തന്നെയാ വരാൻ പോകുന്നത്. മോക്ക് കൂട്ടിനുണ്ടാവും.
ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വർഷമാകുമ്പോ നിങ്ങൾ രണ്ടുപേരെ അമ്മ പുതിയ സ്കൂൾ വേണ്ട, എനിക്ക് ആ സ്കൂളിൽ പഠിക്കണ്ട. പഴയ സ്കൂളിൽ പഠിച്ചാ മതി.